നമസ്തേ, സ്വാഗതം ഫാബ്ലൻസ് കളക്ഷൻസിൻ്റെ ഇന്നത്തെ ഷോർട്ട് വീഡിയോയിലേക്ക്. ഞാൻ ലിജി ഫ്രം ഫാബ്ലൻസ്. ഞങ്ങളുടെ സ്ഥലം മയിലാടി, നിലമ്പൂർ, മലപ്പുറം ഡിസ്ട്രിക്ട്. അപ്പോൾ ഷോർട്ട് വീഡിയോ ലോങ് ആയി പോവല്ലേ എന്ന പ്രാർത്ഥനയോടുകൂടി വേഗം ചെയ്യാം കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് മാക്സിമം സപ്പോർട്ട് ചെയ്യണേ. ഇത് നമ്മൾ കോട്ടൺ സ്ലബും ജയ്പൂർ സോഫ്റ്റ് കോട്ടണും കൂടെ ഉള്ള ഒരു മിക്സ് ആൻഡ് മാച്ച് ഒരു കൺസെപ്റ്റിൽ ചെയ്യണേ. അപ്പോൾ ഞാൻ ആദ്യം ഇങ്ങനെ ഓരോന്നോരോന്ന് കാണിക്കാം. ഈ കർട്ടൻ പൊങ്ങുന്ന പോലെ ആദ്യം ഇത് കോട്ടൺ സ്ലബിൽ ഒരു സുന്ദരി ബ്ലൂ, നേവി ബ്ലൂവിൻ്റെ റോയൽ ബ്ലൂവിൻ്റെ ഇടയിലുള്ള ഇൻഡിഗോ ആണോ അത്, ആ സംഭവം ഇത്. ഇനി ഇത് ബോട്ടം ചെയ്യാനല്ല കേട്ടോ, ടോപ്പ് ചെയ്യാനുള്ള മെറ്റീരിയലാണ്. 44 ഇഞ്ച് വിടുത്ത്, 120 റുപ്പീസ് പെർ മീറ്റർ. കോട്ടൺ സ്ലബ് എന്ന് പറഞ്ഞാൽ കണ്ടോ, ലൈനിങ് കമ്പൽസറി ആണ്. പ്യുവർ കോട്ടൺ ആണ്. കോട്ടൺ ലവേഴ്സിന് നല്ല ബെസ്റ്റ് ചോയ്സ് ആണ്. ബട്ട് ചെറിയ ഷ്രിങ്കേജ് ഉണ്ടാവും, അത് എപ്പോഴും ശ്രദ്ധിക്കണേ. ഇനി അതിന് കൂടെ നമുക്ക് ഒരു ബോട്ടം ചെയ്യാന്നുള്ള ആ ഒരു രീതിയിൽ ഇത് ഇങ്ങനെ ഒരു ബ്ലൂവിൽ മൊത്തം ഇന്ന് ലൈൻസും സ്ട്രൈപ്സും ചെക്സൊക്കെ കാണിക്കുന്നത് ഇതാ ഇങ്ങനെ, ഈ ഒരു മെറ്റീരിയൽ ഇങ്ങനെ. ഇത് 44 ഇഞ്ച് വിടുത്ത്, 140 റുപ്പീസ് പെർ മീറ്റർ. അപ്പോൾ ഇതിൽ നമ്മൾ സ്റ്റിച്ച്ഡ് മോഡൽസൊക്കെ കാണിച്ചില്ലേ, കുർത്തീസിൻ്റെ മോഡൽസൊക്കെ കാണിച്ചില്ലേ, അതുപോലെ ഇത് ടോപ്പ് ചെയ്തിട്ട് ഈ യോക്കൊക്കെ വെക്കുക, ഒരു ബോട്ടം ചെയ്യുക. അപ്പോൾ ഹൈറ്റ് കുറവുള്ളവർക്കൊക്കെയാണ് 2 മീറ്റർ എടുത്തുന്ന സൈഡിൽ നിന്ന് കിട്ടും ചെറിയ യോക്കൊക്കെ വെക്കാനാണെങ്കിൽ. ഹൈറ്റ് കൂടുതലുള്ള ഒരു 40 ഇഞ്ചൊക്കെ ലെങ്ത്ത് വേണ്ടവരൊക്കെയാണ് 2.25 മീറ്ററൊക്കെ വെച്ചിട്ട് അങ്ങനെ ചെയ്യാം. ഇത് ഒന്ന്. നെക്സ്റ്റ് വരുന്നത് ഇതിൻ്റെ കൂടെ ഇങ്ങനെ വരും. 44 ഇഞ്ച് വിടുത്ത്, 140 റുപ്പീസ് പെർ മീറ്റർ. നമ്മുടെ മെയിൻ വീഡിയോസ് സൺഡേ, ട്യൂസ്ഡേ, തേഴ്സ്ഡേ, ഞായർ, ചൊവ്വ, വ്യാഴം ദിവസങ്ങളിലുണ്ട്. അപ്പോൾ ഇങ്ങനെ സെറ്റായിട്ട് വേണ്ടവർക്ക് ഇങ്ങനെ വാങ്ങാം. ഇനി ഇത് ടോപ്പ് ചെയ്തിട്ട് ഇതിന് ബോട്ടം മെറ്റീരിയൽ ആണെങ്കിൽ വേറെ പ്ലെയിൻ കോട്ടൺ മെറ്റീരിയൽ അവൈലബിൾ ആണ്. അത് 100 റുപ്പീസ് പെർ മീറ്റർ. ഇനി ഈ കർട്ടന് പുറകിൽ ഒളിച്ചിരിക്കുന്നത് ഇതാ ഇങ്ങനെ ഒരു ഓറഞ്ച് ഷ്രെഡ് പറയില്ലേ, ആ സംഭവമാണിത്. ഇങ്ങനെ 44 ഇഞ്ച് വിടുത്ത്, 120 റുപ്പീസ് പെർ മീറ്റർ. കോട്ടൺ ആണിത്, പ്യുവർ കോട്ടൺ ആണ്. അപ്പോൾ കോട്ടൺ കളർ ഇളകുമോ എന്ന് ചോദിക്കും. ആ ഒരു എപ്പോഴും ഒരു പ്രസക്തി ഇല്ലാത്ത ചോദ്യമാണ്. നാച്ചുറൽ ഫാബ്രിക്, നാച്ചുറൽ ഡൈ ഉപയോഗിച്ച് ചെയ്യുന്ന കോട്ടൺ കളർ ഇളകാം, പക്ഷെ നമ്മളത് മെയിൻറ്റെയിൻ ചെയ്യുന്ന പോലെ. ചിലത് ചിലപ്പോൾ 1-2 പ്രാവശ്യമൊക്കെ ഇളകി അത് ഫിക്സ് ആവും, മേൽച്ചായ ഒന്ന് പോയി കഴിയുമ്പോൾ. ചിലത് ആ ടെൻഡൻസി, ചില കളേഴ്സിന് അതങ്ങനെ കാണിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഫസ്റ്റ് വാഷ് എപ്പോഴും ഒരു കളർ ഗാർഡ് യൂസ് ചെയ്താൽ എപ്പോഴും സേഫാണ്. ഇനി അതിൻ്റെ കൂടെ ഒരു റെഡ് ആൻഡ് റെഡ് കോമ്പിനേഷനിൽ എങ്ങനെയും, ഇനിയിപ്പോൾ അതങ്ങനെ വെച്ചപ്പോൾ എനിക്ക് അത്ര ഇത് തോന്നിയില്ല. അപ്പോൾ ഇത് മാത്രം ടോപ്പ് ചെയ്താൽ അങ്ങനെ മതി. ഇങ്ങനെ വേണമെങ്കിൽ എടുക്കാം. 44 ഇഞ്ച് വിടുത്ത്, 140 റുപ്പീസ് പെർ മീറ്റർ. അതിൽ ഇതിൻ്റെ കൂടെ ചേർന്ന് വെച്ചിട്ട് എടുത്തേ, പക്ഷേ ഇങ്ങനെ വേണമെങ്കിൽ ചേർക്കാം അതിൽ. പക്ഷേ ഇത് റെഡ് ക്രിസ്മസ് കൺസെപ്റ്റിന് ഇങ്ങനെ ടോപ്പ് ചെയ്യേണ്ടവർക്ക് അങ്ങനെ ആവാം കേട്ടോ. ഇനി അടുത്തത് പിങ്ക്, നല്ലൊരു ബേബി പിങ്കിൻ്റെയും പീച്ചിൻ്റെ ഇടയിലുള്ള ഒരു പിങ്ക് കോട്ടൺ സ്ലബാണ്. 44 ഇഞ്ച് വിടുത്ത്, 120 റുപ്പീസ് പെർ മീറ്റർ. ഈ കോട്ടൺ സ്ലബ് നമ്മൾ പ്ലെയിൻ ടോപ്സ് ഇഷ്ടമുള്ളവർക്ക് ആ ഒരു പ്ലെയിൻ എന്നുള്ളതിനെ കൺസെപ്റ്റിനെ മാറ്റി ഒരു സെൻറ്റർ പീസിൽ ഇതും കൂടെ വെച്ച് ഒരു ചെയ്ത് നല്ലൊരു വെറൈറ്റി കുർത്തീസ് ആയിരിക്കും എപ്പോഴും. നമ്മളൊരു ഫുൾ പ്ലെയിൻ ചെയ്യുക അല്ലെങ്കിൽ ഫുൾ പ്രിൻറ്റ് ചെയ്യുക എന്നതിൽ നിന്ന് മാറി ചിന്തിക്കാൻ പറ്റും. സെൻറ്റർ പീസ് ഇതൊക്കെ കൊടുത്തിട്ട് അങ്ങനെ ചെയ്താൽ നല്ല ഭംഗിയുണ്ടാവും. 44 ഇഞ്ച് വിടുത്ത്, 140 റുപ്പീസ് പെർ മീറ്റർ. ഇനി അതിൽ അടുത്ത ചെയ്യാവുന്ന ഒരു ഡിസൈൻ ഇത്. അപ്പോൾ ബോട്ടം ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, യോക്കിന് മാത്രമായിട്ട് 30 സെൻറ്റിമീറ്റർ, ഹാഫ് മീറ്റർ വേണമെങ്കിൽ അങ്ങനെ വാങ്ങിയിട്ട് അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇത് ഇങ്ങനെയൊരു കോമ്പിനേഷൻ. ഇനി അടുത്തത് യെല്ലോ, നല്ല ബ്രൈറ്റ് യെല്ലോ ആണേ. 44 ഇഞ്ച് വിടുത്ത്, 120 റുപ്പീസ് പെർ മീറ്റർ. അതിൻ്റെ കൂടെ ഇങ്ങനെ ഇതുകൊണ്ട് യോക്ക് വയ്ക്കുക, അല്ലെങ്കിൽ സെൻറ്റർ പീസ് താഴെ വരെ ഒരു പടി പോലെ വെച്ചിട്ടോ വീതിയിലൊരു 4 ഇഞ്ചിലോ 8 ഇഞ്ചിലോ ഒക്കെ കൊടുത്തിട്ട് അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇങ്ങനെ ഇത് 140 റുപ്പീസിൻ്റെ അത്. ഇനി ഇവരെ അങ്ങ് മാറ്റിയിട്ടിട്ട് ഇതിൻ്റെ അടിയിൽ ഒരാളും കൂടെ ഉണ്ട്. ഇതാ കോപ്പർ കളർ എന്നല്ല ഇതിന് പറയുക, ഇതിനെന്താണ്ടൊരു പേരുണ്ട്, നല്ല സുന്ദരി കളറ്. ഇത് 44 ഇഞ്ച് വിടുത്ത്, 120 റുപ്പീസ് പെർ മീറ്റർ. അതിൻ്റെ കൂടെ കണ്ടോ ഇങ്ങനെ സെറ്റ് ചെയ്യാം നമുക്ക്. ഇതാദ്യം കാണിക്കാം. ഇത് കണ്ടോ, ഒരു ബ്ലൂവും ആ കളറും കൂടെ, നമ്മൾ തവിട്ട് കളറ്. ഇത് ഇങ്ങനെ സെറ്റ് ചെയ്യാം. ടോപ്പ് ആൻഡ് ബോട്ടം ഇങ്ങനെ ചെയ്യാം, യോക്ക് വെച്ചിട്ടോ അങ്ങനെ എങ്ങനെയെങ്കിലും ചെയ്യാം. ഇനി അടുത്തത് ഈ ഒരു സ്ട്രൈപ്സ് പാറ്റേണിൽ കണ്ടോ ഇങ്ങനെ. ഇതിൻ്റെ കൂടെ ബ്ലാക്ക് ആണെങ്കിലും ഭംഗിയാണ്. അപ്പം ഇനി അടുത്തൊരു എപ്പിസോഡിൽ ബ്ലാക്കിൻ്റെ കൂടെ കാണിക്കാം. ഇങ്ങനെ. ഇനി ഒരു മെറ്റീരിയൽ ഇത് ഷോപ്പിലോട്ട് കൊണ്ടുവന്നാൽ കുറച്ചേ ഉള്ളൂ കേട്ടോ, ഞാൻ വീഡിയോ കാണിക്കേണ്ടത് വിചാരിച്ചതാണ്. ഇത് നമ്മൾ ടസറിൻ്റെ ഒക്കെ ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് വരും, പക്ഷേ ഫുൾ ഒരു റിച്ച് എംബ്രോയ്ഡറി വർക്ക് വരുന്നുണ്ട്. അത് അകത്ത് ഫിക്സ് ചെയ്തിട്ടുള്ള എംബ്രോയ്ഡറി ആണ്, ഫൈൻ വർക്കാണ്. ഒരുപാട് പേര് ചോദിച്ചാലൊന്നുമില്ല, ഇത്ര ഓരോ ബണ്ടിൽ തന്നെ ഉള്ളൂ. 44 ഇഞ്ച് വിടുത്ത്, 190 റുപ്പീസ് പെർ മീറ്റർ. അതിന് ഇങ്ങനെയാണ് വർക്ക് പാറ്റേൺ വരുന്നത്. ഫ്ലോർ ഡിസൈൻ ഇങ്ങനെ. കുർത്തിയൊക്കെ ചെയ്യാനൊരു സിൽക്ക് കുർത്തിയുടെ ഫീൽ, നല്ല ഒരു ടസറിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ഇത്.
ആ ഒരു ഫീൽ തന്നെ. ഇനി അത് ഒരു ബ്രിക്ക് റെഡ് ആണ്. ഇനി ഒരു ഡാർക്ക് ഒരു പർപ്പിളിൻ്റെയും മെറൂണിൻ്റെയും കൂടെ ഇടയിൽ വരുന്ന ആ ഒരു ഷൈനിങ് പാറ്റേണിലൊരു കളർ കണ്ടോ, ഇങ്ങനെ വരും. 190 റുപ്പീസാണ്. അപ്പോൾ ഇത് പെട്ടെന്ന് ഓർഡർ ചെയ്ത് പെട്ടെന്ന് പേയ്മെൻറ്റ് ചെയ്യണ വളരെ കുറച്ച് പേർക്കേ ഉണ്ടാവുള്ളൂ കേട്ടോ. ഇതിങ്ങനെ. അപ്പോൾ അത്രയും ആണ് ഇന്നത്തെ ഷോർട്ട് വീഡിയോ. വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാമെന്ന ശുഭപ്രതീക്ഷയിൽ. ബൈ ഫ്രം ലിജി.